കണ്ണാടി. ഓ, ഞാൻ വിചാരിച്ചു അമ്പിളിക്കുട്ടൻ വന്നു കാണും. നടക്കണ വഴിക്കാണ് കണ്ണാടിയൊക്കെ കുട്ടി. അമ്പിളിക്കുട്ടൻ തന്നെ വന്നത്. അമ്പിളിക്കുട്ടനായിരുന്നു. വെള്ളം അടിച്ചല്ലേ? രാവിലെ ടാങ്കിന് വെള്ളം ഒടിച്ചു. ഇനി വൈകുന്നേരം അടിച്ചാ നിറഞ്ഞെടുപ്പ്. അതല്ല, കുപ്പി എടുത്ത് അവിടെ ഞാൻ കണ്ടു. കുപ്പി എടുത്ത് സുകുമാരന് കൊടുത്തത്. സുകുമാരൻ എന്റെ കൂട്ടുകാരൻ. നിങ്ങളെ നാട്ടോടിക്കുന്നല്ലോ. സുകുമാരൻ കുടിച്ചിട്ട് ഊതിയിട്ട് പോയി. നീ എവിടെ പോയിരുന്നു ഇത്രയും നേരം? അമ്പലത്തിൽ പോയെന്ന്. എന്താണ് ചെരുപ്പ്? അത് അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയപ്പോഴേ ഒരു ചെരുപ്പ് പോയി. അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയിട്ട് ഈ ഷൂസിനില്ലേ ഈ ചെരുപ്പിനെ പരിചയപ്പെടുത്തി കൊടുത്തു. സത്യം പറയാ, നീ ഇന്നലെ എവിടെ പോയിരുന്നാ? മാമി ഇല്ലേ, മാമി. മാമിക്ക് വയ്യ, ഛർദില്. ആണോ? ആഹാരത്തിന്റെ ആയിരിക്കും. അല്ല, മാമന്റെയാ. മാമന്റെ? മനസ്സിലായില്ല. മാമ ഈ ഇടക്കിടയ്ക്ക് ഗൾഫിൽ നിന്ന് ലീവിന് വരുമ്പോ മാമി ഇതുപോലെ ഛർദിക്ക് ആശുപത്രി കൊണ്ടുപോകും. എത്ര കുട്ടികളോടൊപ്പം? 6 പേര്. എന്താണ് നിന്റെ മാമൻ എന്തിന്റെ കുഴപ്പം? അത് സംഭവം മാമന് മാമിയുടെ അമ്മയുടെ അടുത്തുള്ള ദേഷ്യ. എന്താണ് ദേഷ്യത്തിന് കാരണം? ഈ മാമി 3ാമത് പ്രസവിച്ചപ്പം മാമിയുടെ അമ്മ പറഞ്ഞു, ഇതോടെ നിർത്തിക്കോണം, നീ ആശുപത്രി തിന്നതിറങ്ങാനും കൂട്ടടക്കാനും എന്നെ കിട്ടത്തില്ലെന്ന്. അപ്പൊ മാമൻ പ്രതികാരദാഹിയായി മാറി. ആ പ്രതികാരം ഇതുവരെ തീർന്നിട്ടില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അയ്യോ, നിന്റെ മാമൻ ഇനി ലീവ് കൊടുക്കല്ലെന്ന് പറയണം കേട്ടോ. റേഷൻ കാർഡിന്റെ പേജ് കൂടും.